ചെറിയൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയണത് തന്നെയായിരിക്കും. ഇത് ഞാൻ ഇതിൻ്റെ ആം ഹോൾ ജോയിൻ ചെയ്യാൻ പോണത് ബെറിറ്റോ മെത്തേഡിലാണ്. ബെറിറ്റോ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ കംപ്ലീറ്റ്ലി ജോയിൻ ചെയ്തെടുക്കുന്ന രീതിയാണ് ബെറിറ്റോ മെത്തേഡ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്നതിനെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതാ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ തിരിച്ചെടുക്കുക കേട്ടോ. നമ്മളിത് ക്യാൻവാസ് വെച്ച് ചെയ്യുന്ന നെക്കടിക്കുന്നതിൽ പറ്റില്ല കേട്ടോ. നമ്മൾ ലൈനിങ്ങും തുണിയും കൂടി ചെറിയ കുട്ടികളുടെ അടിച്ച് മറിച്ചെടുക്കില്ലേ, അതിലാണ് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുക. എന്നിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് ആ ആം ഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് മാർക്ക് ചെയ്തിരിക്കുന്ന അതേ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതിൽ കൂടിയോ കുറഞ്ഞോ പോവുകയാണെങ്കിൽ ഷോൾഡറിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സൈഡും ജോയിൻ ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ എവിടെയും ഒരു തയ്യൽ തുമ്പ് കാണാതെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്കും ഷോൾഡറും ആം ഹോളും മാത്രമാണ് ഈ ഒരു രീതിക്ക് ജോയിൻ ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ ഡ്രസ്സ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ഞാനത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയാണ് ഇവരത് നല്ലോണം അയൺ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെയോ ആം ഹോളിൻ്റെ അവിടെയോ ഒന്നും നമുക്ക് തയ്യൽ തുമ്പ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.